ഇന്നിപ്പോൾ എല്ലാവരും ടിവിയുടെ മുന്നിൽ തന്നെ ഉണ്ടായിരിക്കും അല്ലേ, എന്താണ് ഇലക്ഷൻ്റെ റിസൾട്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് അടുപ്പൊന്നും കത്തിക്കാണ്ടേ നമുക്ക് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ ഒരു സിമ്പിൾ സാധനം അവൽ നനച്ചത് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1.5 കപ്പാട്ട അവൽ എടുത്തിരിക്കണേ. അതിൻ്റെ അകത്തേക്ക് 5 ചെറിയ ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് ഇട്ട് കൊടുക്കുക, പിന്നെ 1 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1/2 കപ്പോളം ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ ഒരു 3 ഏലക്ക ചതച്ചതും 1.5 ടീസ്പൂണോളം കറുത്തെള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ പദം വന്ന രീതിയിലൊക്കെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാന്ന് പറയില്ലേ, അതേപോലെ മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക, പിന്നെ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വെക്കണം. എന്നിട്ട് മാത്രം സെർവ് ചെയ്താൽ മതിട്ടാ. പിന്നെ നമ്മൾ ഈ 10 മിനിറ്റ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണോണ്ട് തന്നെ നമ്മുടെ അവൽ നല്ല സോഫ്റ്റ് ആയിട്ട് കൂടെ വരും. കൂടുതൽ നമ്മൾ ഈ അവലൊക്കെ വിളയിച്ചിട്ടാണ് എടുക്കുന്നത് അല്ലേ, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴേ എനിക്ക് ഈ അവൽ കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല ഹാർഡായിട്ട് വന്ന പോലെയൊക്കെ ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ആ ഒരു പണിക്കൊന്നും നിൽക്കലൊന്നുമില്ല, അവൽ കഴിക്കണം തോന്നുമ്പോൾ ഇതേപോലെ നനച്ചെടുക്കല കേട്ടാ. പിന്നെ ഒരു റോബസ്റ്റ പഴമോ ചെറുപഴമോ എന്തെങ്കിലുമൊക്കെ ഇതിൻ്റെ മേലെ അങ്ങോട്ട് അരിഞ്ഞിട്ടിട്ട് ഒരു ഗ്ലാസ് നല്ല ചൂട് ചായയും കൂടി ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ നമുക്ക് ചായക്കടി ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം. നമ്മ ഇതിൻ്റെ അകത്ത് ഉള്ളിയൊക്കെ